ഇറാനിൽ വൻ സ്വർണ്ണക്കനികൾ കണ്ടെത്തിയ റിപ്പോർട്ട് പുറത്തു വന്നു. ചരിത്രത്തിൽ ഇന്നോളം കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലുതാണ് ഇപ്പോഴത്തെ ഇറാനിലെ സ്വർണ്ണക്കനികളുടെ കണ്ടെത്തൽ എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് വളരെ വളരെ പ്രാധാന്യത്തോടു കൂടി ഇറാൻ്റെ ഇർന തന്നെ റിപ്പോർട്ടാക്കിയിട്ട് പുറത്തു വിടുകയും ചെയ്തു. വെസ്റ്റ് അസർബൈജാൻ്റെ പ്രവിശ്യയിലാണ് രാജ്യത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണക്കനി നിലവിൽ കണ്ടെത്തിയത്. പിന്നീട് അതോടനുബന്ധിച്ച് തന്നെ 3-4 പ്രദേശത്തിൻ്റെ പേരും അതോടനുബന്ധിച്ച് പറയുന്നു. അതൊന്ന് കുർദിസ്ഥാനാണ്, ഒന്ന് സഞ്ചാൻ എന്ന് പറയുന്ന സ്ഥലം, ജംനാം എന്ന് പറയുന്ന സ്ഥലം, പിന്നീട് സൗത്ത് ഖൊറാസൻ എന്ന് പറയുന്ന പ്രദേശം. ഈ മേഖലകളിൽ ഇപ്പോൾ ഇതിൽ സാധാരണ രീതിയിൽ കണ്ടെത്തിയതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ വൻതോതിൽ സ്വർണ്ണക്കനികളുടെ അയിരുകളുള്ള ഏരിയ ആയിട്ടാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. 116 മില്യൺ ടണ്ണിലേറെ സ്വർണത്തിൻ്റെ അയിര് ഈ മേഖലയിൽ ഉണ്ടാകും എന്നാണ് അനുമാനം. ഇതിനോടനുബന്ധിച്ച് മറ്റ് പ്രദേശത്തും വലിയ രീതിയിലുള്ള തിരച്ചിലുകൾ ഇറാൻ്റെ സർക്കാർ ആരംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടും വന്നു. സാമ്പത്തിക രംഗത്ത് വലിയ ഇടിവുള്ള രാജ്യമാണ് ഇറാൻ. യുദ്ധമുഖത്ത് വലിയ സജീവതയുള്ള രാജ്യവുമാണ്. കറൻസി നോക്കുന്ന സമയത്ത് അതിൻ്റെ മൂല്യം വല്ലാത്ത രീതിയിൽ തകർന്നുകൊണ്ടിരിക്കുന്നു. പല ഘട്ടങ്ങളിലും പല വർഷങ്ങളിലും മറ്റു ലോകരാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് ബംഗ്ലാദേശിനേക്കാളൊക്കെ ഏറെ പിറകിലാണ് ഇറാൻ്റെ കറൻസി എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെ രാജ്യത്തിൻ്റെ കറൻസി മൂല്യം ഇടിഞ്ഞ് തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് സ്വർണ്ണക്കനികളുടെ നിക്ഷേപം കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് എന്നാണ് അഭിമാനത്തോടു കൂടി ഇറാൻ തന്നെ പറയുന്നത്. ഞങ്ങളെ കീഴ്പ്പെടുത്താൻ വേണ്ടി ആർക്കും സാധിക്കുകയില്ല. തങ്ങൾ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള തിരിച്ചുവരവ് നടത്തും. സാമ്പത്തിക ഉയർച്ച ഉണ്ടാവുക എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങൾക്ക്, ഇസ്രായേൽ അമേരിക്കയും പോലെയുള്ള രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാവും. കാര്യം സാമ്പത്തിക രംഗത്താണ് ഒരു രാജ്യത്തെ തകർക്കാൻ വേണ്ടി സാധിക്കുക. വർഷങ്ങളോളമുള്ള സാമ്പത്തിക ഉപരോധത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നേറി വലിയ രീതിയിലുള്ള സൈനിക ബലവും ശക്തിയും നേടിയ രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പത്തികം എത്രത്തോളം തകരുന്നോ അത്രത്തോളം അമേരിക്കക്ക് വലിയ സന്തോഷം ഉണ്ടാകും. സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്ന സമയത്ത് അതിജീവിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും. അത് പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ് എന്ന് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയും പറഞ്ഞിട്ടുണ്ട്. അവർക്കൊരു ഒരു ഞെട്ടലുണ്ടാക്കിയിരിക്കുന്ന രീതിയിലാണ് ഇറാൻ്റെ പുതിയ കണ്ടെത്തൽ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നമ്മൾ ഇറാൻ്റെ റിയാലിൻ്റെ മൂല്യം കണക്കാക്കുന്ന സമയത്ത് ഇറാനിലെ കറൻസി എത്രത്തോളം പ്രയാസപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു $1 42,000 ഇറാൻ്റെ റിയാൽ ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ തന്നെ അതിൻ്റെ മൂല്യത്തിൻ്റെ ഇടിവ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടിക്കാൻ സാധിക്കുന്നതാണ്. ഒരു $1 എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ കറൻസി കണക്കൂട്ടുന്ന സമയത്ത് 84, 85, 86 അങ്ങനെയൊക്കെയാണ്. 90ൻ്റെയും 85ൻ്റെയും ഇടയിലാണ് $1 ഇന്ത്യയുടെ കറൻസി കണക്കാക്കുന്നത്. അപ്പോൾ ആ സ്ഥാനത്താണ് 42,000 ഇറാൻ റിയാൽ എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയുടെ കറൻസി ആയിട്ട് നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ $1 ഇറാൻ്റെ 470 റിയാൽ ലഭിക്കുമെന്നാണ്. അപ്പോൾ ഇറാൻ്റെ റിയാലുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ കറൻസി ഒരുപാട് ഉയരത്തിലാണ്. അതായത് ഇന്ത്യയുടെ $1 കൊടുത്താൽ ഇറാൻ്റെ 470 റിയാൽ ലഭിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും ഇടിവ് ഇറാൻ വരുന്നു എന്ന് പറഞ്ഞാൽ സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന അമേരിക്കയുടെയും UN സഭയുടെയും ഒക്കെ ഉപരോധമാണ്. സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, നിർമ്മിത വസ്തുക്കൾ കയറ്റുമതി ചെയ്ത് മറ്റു രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് തടയപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും വില കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ രാജ്യാന്തര തലത്തിൽ വലിയ രീതിയിൽ വിൽപ്പന നടത്തുന്ന മൂല്യവത്തായിരിക്കുന്ന വസ്തുക്കൾ ഇറാനിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതും തടയുന്നു. അതുകൊണ്ട് പല ഘട്ടത്തിൽ നമ്മൾ കേൾക്കാറുണ്ട് അവിടുത്തെ വിമാനവുമായിട്ട് ബന്ധപ്പെട്ട് വിമാന ദുരന്തങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഉപയോഗിച്ച വിമാനം അഡ്വഞ്ചറായിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കുന്നില്ല. മറ്റ് വലിയ രീതിയിലുള്ള വലിയ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളാണ് കൂടുതൽ വിമാനം ഉണ്ടാക്കുന്നത്. ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും പോലുള്ള രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾക്കൊന്നും ഇറാൻ വിമാനം വിൽക്കാൻ പാടില്ല എന്നൊരു നിയമം നിലനിൽക്കുന്നുണ്ട്. അത് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ആ സമയത്ത് പുതിയ വിമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. പഴയ വിമാനം തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ വലിയ മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് ഇറാൻ്റെ അവസ്ഥകൾക്ക് വലിയ മാറ്റം ഉണ്ടാകുന്നു. പിന്നെ പെട്രോളിയം കനികളും കണ്ടെത്തിയതായിരിക്കുന്ന റിപ്പോർട്ടുണ്ട്. അത് ഒറ്റപ്പെട്ട രീതിയിൽ എന്നാണ്. മരുഭൂപ്രദേശത്തിൻ്റെ ചില മേഖലകളിൽ ഒറ്റപ്പെട്ട രീതിയിലുള്ള ഈ പെട്രോൾ കനികളും കണ്ടെത്തിയിരിക്കുന്നു. പെട്രോൾ കനി എന്ന് പറയുന്ന സമയത്ത് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇറാഖിനെയൊക്കെ താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് ഇറാൻ വളരെ കുറവാണ്.
അതുകൊണ്ടാണ് സാമ്പത്തിക രംഗത്ത് ഇടിവുണ്ടാവേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം. ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിച്ചു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യത്ത് വലിയ രീതിയിലുള്ള പെട്രോൾ ഖനികളുണ്ട്. അത് സൗദി അറേബ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഖനികളുള്ള രാജ്യം ഇറാഖാണ്. സാമ്പത്തിക രംഗത്ത് ഇറാഖ് ഇടിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ യുദ്ധവും കെടുതിയും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും അതേപോലെ തന്നെ യുദ്ധക്കൊതിയന്മാരായിരിക്കുന്ന ഭരണാധികാരികൾ ജീവിച്ചതുമാണ് അതിൻ്റെ സാരം. സൗദി അറേബ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമ്പന്ന രാജ്യമായി മാറേണ്ട രാജ്യമാണ് ഇറാഖ് എന്ന് പറയുന്നത്. 8 വർഷത്തോളം യുദ്ധം ചെയ്ത് 980 ആ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്ത് 8 കൊല്ലത്തോളമാണ് 10 ലക്ഷം ആളുകളാണ് മരണപ്പെട്ടത്. അതിൻ്റെ സാമ്പത്തിക തകർച്ചയുടെ ഇടിവിൻ്റെ ആഘാതം വളരെ വളരെ കനത്തതായിരുന്നു. പിന്നീട് നമുക്കറിയാം സദ്ദാം ഹുസൈൻ്റെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് അമേരിക്ക ഭരണം പിടിച്ചെടുക്കുന്നു. പിന്നെ ശേഷിക്കുന്ന സംഭവത്തിലാണ് ഒന്നുകൂടി സാമ്പത്തിക ഇടിവുണ്ടാകുന്നത്. ഇവിടെ സാമ്പത്തിക നഷ്ടം കുവൈറ്റിനുണ്ടായിരിക്കുന്ന സാമ്പത്തിക നഷ്ടം അത്ര തന്നെ അമേരിക്ക ഇറാഖിൻ്റെ പെട്രോളിയം പുറത്ത് വിൽപ്പന നടത്തിയിട്ട് അതിൽ നിന്ന് ലഭിച്ചു, അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. രണ്ടാമത് കുവൈറ്റിൽ നിന്ന് മറ്റ് ലോക രാജ്യങ്ങൾ തൊഴിലിന് വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട സ്ഥിതി ഉണ്ടായി. 1,25,000 എങ്കിലും ഇന്ത്യക്കാർ ആ യുദ്ധ സമയത്ത് കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. 1,25,000 എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളായിരുന്നു അവിടെ ഇന്ത്യക്കാർ. അങ്ങനെ തന്നെ അവർ മടങ്ങുകയും ചെയ്തു എന്ന് ചുരുക്കം. ഇന്ന് 10 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യമാണ് കുവൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1.25 ലക്ഷത്തോളം 1,07,000 മുതൽ 1,25,000 രൂപ 25,000 വരെയാണ് ഇന്ത്യക്കാരുടെ കണക്ക് ഏകദേശം പറയുന്നത്. 3 ലക്ഷം രൂപ വരെ ഓരോ മടങ്ങി വന്ന ഇന്ത്യക്കാർക്കും, അതായത് കുവൈറ്റിൽ നിന്ന് ആ യുദ്ധസമയത്ത് മടങ്ങി വന്ന ഇന്ത്യക്കാർക്കും നഷ്ടപരിഹാരമായിട്ട് നൽകി. അത് കിട്ടാത്തവർ ആരുമില്ല. കുവൈറ്റിൽ നിന്ന് മടങ്ങി വന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് 3 ലക്ഷം കിട്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ സമയത്ത് 1,25,000-ന് 3 ലക്ഷം കൊണ്ട് പെരുക്കിയ സംഖ്യ എത്ര ഉണ്ടെന്ന് കൂട്ടണം. അത് നമ്മുടെ ഇന്ത്യയുടെ മാത്രം കാര്യമാണ്. പിന്നീട് മറ്റ് രാജ്യങ്ങൾ ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനിയിലൊക്കെ യൂറോപ്യന്മാരൊക്കെ ഒരുപാട് ഈ പെട്രോൾ കെമിക്കൽ മേഖലയിൽ തൊഴിലെടുത്തവരാണ്. അവർക്കൊക്കെ ഇതിനേക്കാൾ കൂടുതൽ സംഖ്യ കിട്ടും. പിന്നെ അയൽ രാജ്യമായിരിക്കുന്ന നേപ്പാളാണെങ്കിലും ഭൂട്ടാനാണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും അവരൊക്കെ ജോലി ചെയ്ത രാജ്യമാണ് പാകിസ്ഥാൻ, അവർക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ റിഫൈനറി പോലെയുള്ള അതിൻ്റെ ഹെഡ് ഓഫീസിലൊക്കെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും തലപ്പത്ത് ഇരിക്കുന്ന ആളുകളൊക്കെ പല ഘട്ടങ്ങളിൽ ബ്രിട്ടൻ്റെയോ അമേരിക്കയുടെ പൗരന്മാരായിരിക്കും, അവർക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 2 മുതൽ 6 വർഷം വരെ ഇറാഖിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന പെട്രോളിയം പുറത്ത് രാജ്യത്ത് വിൽപ്പന നടത്തി അതിൻ്റെ ലാഭങ്ങൾ അല്ലെങ്കിൽ കിട്ടിയ മുതൽ അപ്പാടെ മറ്റ് ലോക രാജ്യങ്ങൾക്ക് വിതരണം ചെയ്തു എന്നാണ്. എത്രത്തോളം അഴിമതി നടത്തിയിട്ടുണ്ട് എന്നതിൻ്റെ കണക്കുകളൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. കാര്യം ദശകോടികളുടെ സമ്പാദ്യം സ്വരൂപിച്ചു കൊണ്ടാണ് നൽകപ്പെട്ടത്. പക്ഷേ ഇങ്ങനെ പണം കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തായിട്ടുണ്ട് എന്നുള്ളതിനൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇറാഖ് ദരിദ്രമാവാനുള്ള കാരണം ആ യുദ്ധം തന്നെയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്രത്തോളം പ്രയാസങ്ങൾ ഉണ്ടാവില്ല. കാര്യം പുറത്ത് ലോക രാജ്യങ്ങളിലെ പൗരന്മാർക്കും നഷ്ടപരിഹാരമായിട്ടൊക്കെ കൊടുക്കുന്ന പണങ്ങളെല്ലാം ഇറാഖിൻ്റെ പെട്രോളാണ്. ആ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധമായിരിക്കുന്ന കാര്യത്തിന് വിനിയോഗിക്കേണ്ട പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ പണം മറ്റ് ലോക രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിതരണം ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് ഈ രാജ്യം ദരിദ്രമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ തന്നെയാണ് ആയത്. അതിനുശേഷം പ്രൗഢിയോടുകൂടി തല ഉയർത്തിക്കൊണ്ട് നിന്നിരുന്ന ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ദാരിദ്ര്യ രാജ്യമല്ല എന്ന് മാത്രമേ ഉള്ളൂ, പട്ടിണി രാജ്യമല്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ രീതിയിലേക്ക് വന്നു. ശക്തമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇല്ലാത്തതും അവിടെ ഇപ്പോൾ ഉണ്ടാക്കുന്ന പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ 100% ഇപ്പോഴും അവിടുത്തെ ഇറാഖിലെ ഗവൺമെൻറ്റിന് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതിൽ അമേരിക്ക ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന്. അമേരിക്കയുടെ ഇടപെടലിനെ പ്രതിരോധിച്ചുകൊണ്ട് അവിടെ ഒരു സജീവത ഉണ്ടാക്കാൻ മാത്രം ബലവും ശക്തിയുമുള്ള ഭരണ സംവിധാനം അവിടെ ഇപ്പോൾ ഭരിക്കുന്നുമില്ല. അങ്ങനെ തന്നെയാണ് സാധാരണ ഉണ്ടാവില്ല. ഭരണം അട്ടിമറിച്ചാൽ പിന്നീട് എല്ലാ കാലത്തും അവർക്ക് അമേരിക്കയ്ക്ക് ഒരു ആധിപത്യം ഉണ്ടാവും. അവരിടപെട്ട എല്ലാ കേസിലും ഉണ്ട്. 2ാം ലോക യുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിൽ അമേരിക്ക ആണവ സ്ഫോടനം നടത്തിക്കൊണ്ട് ആ രാജ്യം അട്ടിമറിഞ്ഞു. അവർ കീഴടങ്ങിയതായിട്ട് പ്രഖ്യാപിച്ചു. പിന്നീട് വരുന്ന പുതിയ ഭരണ സംവിധാനത്തിൽ അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടിയാണ്, അവർക്ക് അനുകൂലമായിട്ട് രീതിയിലാണ്. അങ്ങനെ ആ 2ാം ലോക യുദ്ധത്തിലുള്ള അട്ടിമറിയോടനുബന്ധിച്ച് ജപ്പാനിലെ തന്ത്രപ്രധാനമായിരിക്കുന്ന 4 പ്രദേശം, അതൊക്കെ പ്രദേശം എന്ന് പറയുന്ന സമയത്ത് കിലോമീറ്ററോളം ദൂരപരിധിയുള്ള 60 കിലോമീറ്റർ 70 കിലോമീറ്റർ അത്രയും ദൂരപരിധിയുമുള്ള പ്രദേശം വളച്ച് കെട്ടിയിട്ട് അത് അമേരിക്കയുടെ കോളനിയായിട്ട് പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ എയർബേസ് ആണെന്ന് അവർ പറഞ്ഞു, അത്ര തന്നെ.
അത് ഇപ്പോഴും ഉള്ളത് അമേരിക്കയുടെ കൈവശത്തിലാണ്. ഈ എയർബേസിൽ നിന്നാണ്, അതായത് ജപ്പാനിൽ 2ാം ലോക യുദ്ധത്തിൽ അമേരിക്ക പിടിച്ചെടുത്തിരിക്കുന്ന അവരുടെ ഭൂപ്രദേശത്തിൽ അമേരിക്ക സ്ഥാപിച്ചിരിക്കുന്ന എയർബേസിൽ നിന്നാണ് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി യുദ്ധവിമാനം പറന്നു വരുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ അവർ ഏത് രാജ്യത്ത് അവർ കയ്യേറി കഴിഞ്ഞാലും ഒടുവിൽ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ സാരാംശം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇറാനിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നതാണ്. സാമ്പത്തികപരമായ രീതിയിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ മുന്നേറ്റം ഉണ്ടായാൽ സർവ്വ മേഖലയും ഇടിച്ചു പൊളിക്കാൻ മാത്രം ബലവും ശക്തിയും ഇറാൻ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 116 മില്യൺ ടണ്ണിലേറെ സ്വർണത്തിൻ്റെ അയിര് ചില മേഖലകളിൽ മാത്രം കണ്ടെത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരണമെങ്കിൽ വൻ ശേഖരം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലും വലിയ രീതിയിലുള്ള ആഘാതമുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.